ഹലോ ഗൈസ്, എല്ലാവർക്കും സൈഗസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള സെന്റ് പീറ്റേഴ്സ് ചർച്ചിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണാന്തുറയാണ് കറക്റ്റ് സ്ഥലപ്പേരെന്ന് പറയുന്നത്. കണ്ണാന്തുറ നമ്മുടെ ശംഖുമുഖം എത്തുന്നത് വെട്ടുകാട് പള്ളിയിൽ നിന്ന് ശംഖുമുഖം എത്തുന്നതിന് മുമ്പായിട്ട് ഇടത് സൈഡിലായിട്ട് കാണപ്പെടുന്ന ഒരു പള്ളി, ഒരു മാതാവിൻ്റെയൊക്കെ സ്വരൂപം, അത്ഭുത മാതാവ് കൂടെ അറിയപ്പെടുന്നു. അതെ, ഇതാ നിന്റെ അമ്മ എന്നൊരു കുരിശടിയെ കൊണ്ട് അതൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് കണ്ണാന്തുറ. അപ്പം നമ്മുടെ അവിടെ ക്രിസ്മസിന്റെ അവിടുത്തെ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല രസം കേട്ടോ, സ്റ്റാറുകളൊക്കെ കണ്ടോ, നല്ല എല്ലാം വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ടല്ലോ, മാതാവിന്റെ പള്ളിയിലെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഇതാ നമ്മൾ എടുത്തിട്ട് എന്തോ നമ്മളെ ഫോണിന്റെ പ്രോബ്ലം കാരണം പോയി. പക്ഷെ നമ്മൾ പകലിട്ട് തരാം. ഓക്കെ, നമ്മളൊരു ദിവസം ഇട്ട് തരാമെന്നായിരിക്കും. അപ്പോൾ ഇനി പോകുമ്പോഴത്തേക്ക് ഒരു ഉറപ്പായിട്ടും മാതാവിന്റെ പള്ളിയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് കാണുന്നുണ്ടോ, ഇതൊരു ക്രിസ്മസ് ട്രീ ആണ്. ലൈറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ LED വർക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന കുറേ ലൈറ്റ് വർക്ക്, നിങ്ങൾ ക്രിസ്മസ് ട്രീ കണ്ടോ, എങ്ങനെ ഉണ്ടാക്കി പൊളിയല്ലേ. പിന്നെ ഇവിടെ നമ്മുടെ മരത്തിലായിട്ട് റെഡ് കളറിൽ നല്ല രീതിയിൽ ഓരോന്ന് പോയിന്റ് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്, പച്ച, ചുമപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ പള്ളിയുടെ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് LED വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ്. അതുകൂടാതെ തന്നെ പേപ്പർ സ്റ്റാറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടും വളരെ മനോഹരം തന്നെയാണ്. മരത്തിൻ്റെ മേളിൽ നിന്നൊക്കെ ഒരുപാട് LED വർക്കുകൾ താഴോട്ട് ചെയ്തിട്ടുണ്ട്. പല കളറാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന പല കളറാണ്. നിങ്ങൾ കാണുന്നത് കൊണ്ടോ കുരിശടി ഇതാ നിൻ്റെ അമ്മ. അത് വായിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. മാതാവിൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ പ്രാവശ്യം നമ്മളിവിടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പള്ളിയിൽ പോകും. മീനുകുട്ടിക്ക് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു പോയല്ലേ. മുമ്പ് വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു സമാധാനം, വേറെ എന്തോ ഒരു മീനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്ന് വന്നാലും നേരെ ഇതിന്റെ മുൻപ് പോയി കുറെ നേരം നിന്നിട്ടൊക്കെ വരത്തുള്ളൂ. അവര് ചെയ്തിരിക്കുന്ന ഒരു പുൽക്കൂട് ഇവിടെ വെറൈറ്റി ആണ്. നമ്മൾ എങ്ങും ചെയ്യാത്ത, ഇതുവരെ എങ്ങും കാണാത്തൊരു പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചന്ദ്രനും മേഘങ്ങളും ഇതിനിടയിലായിട്ട് ഈ ചന്ദ്രനിൽ തന്നെ ഒരു പുൽക്കൂട് അങ്ങ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒറിജിനാലിറ്റി ഉള്ള രൂപങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിതാവും മാതാവും പിന്നെ മാതാവും പിന്നെ നമ്മുടെ ഉണ്ണിയേശുവിനെയൊക്കെ കണ്ടാൽ നമ്മൾ വളരെ അതും ഒറിജിനാലിറ്റി നമുക്ക് ഫീലാവും. ആ രീതിയിലുള്ള രൂപങ്ങളാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും കാണുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് ചന്ദ്രൻ നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കുകയാണെങ്കിൽ മേളിലെ മേഘങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്നത്. നമ്മുടെ ആകാശത്തിൽ എങ്ങനെയാണോ മേഘത്തിനെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ മേഘങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ. അതെ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നതാണ്. നമ്മളത് എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ കാണിച്ചാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ആളുകൾ നോക്കി എന്ത് ഒറിജിനാലിറ്റിയാണ് ആ ഉണ്ണിയേശുവിൻ്റെ മുഖത്ത്. നമ്മൾ ആ ഒരു നിഷ്കളങ്കത ഉണ്ണിയേശുവിൻ്റെ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഡെക്കറേഷൻ ഇല്ല അല്ലേ, അങ്ങനെ ഫോട്ടോ ഫ്രെയിം ഒന്നും ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ കൂടുതൽ LED ആണ്. അതെ, LED വർക്ക്. ഇത് അവിടെ നിലവിളക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിന്റെ സംഭാവനയായിട്ട് കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്ന ഒരു ഈ മണ്ഡപം പള്ളിക്കായിട്ട് സമർപ്പിച്ചതാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത്. ഇത് അവിടെ എഴുതി വെച്ചിരുന്നതാണ്, നമ്മൾ എടുത്ത് തന്നേ ഉള്ളൂ. അത് ബ്ലസ്ഡ് ചെയ്തിരിക്കുന്നത് 2015 20 മെയ് 2015 ഇതിവിടെ സൂസഭാഗ്യം നമ്മുടെ റവറൻഡ് ഡോക്ടർ സൂസഭാഗ്യം ഉണ്ടായിരുന്നു, പിതാവ് ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് പിതാവാണ് ഇതിവിടെ 2015 സംഭാവനയായിട്ട് ഞാൻ ബ്ലസ് ചെയ്ത് വിടുന്നത് കേട്ടോ. പള്ളിക്കകത്ത് നമ്മളെ പിന്നെ നേരെ പള്ളിക്കകത്ത് കയറി. പള്ളിക്കകത്ത് ചെന്നതിന് ശേഷം നമ്മുടെ ഈ അവിടുത്തെ പുൽക്കൂടിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഒന്ന് എടുത്തു. പുൽക്കൂട് അതിനകത്തും ഉണ്ടായിരുന്നു, നല്ല അടിപൊളി. അവിടെ ഉണ്ണിയേശു ഇല്ല. ഉണ്ണിയേശു 12 മണിയാകുമ്പോൾ മാത്രമേ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. ആരാധന തുടങ്ങിയില്ല കേട്ടോ. ആരാധന തുടങ്ങിയിട്ടില്ല. നമ്മൾ ആരാധനയ്ക്ക് മുമ്പായിട്ടാണ്. അവസാനിപ്പിച്ചോ? കുറച്ച് പറ. സൈക്കിൾസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കത്തെ. കൊണ്ടുവരാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.